ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മത്തായി 5:45. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. Matthew, according to Matthew 5:45, that you may be children of your Father in heaven. He caused his sun to rise on the evil and the good, and sends rain on the righteous and the unrighteous. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ നമ്മുടെ സന്നിധിയിലേക്ക് നമ്മളിലേക്ക് തരുമ്പോൾ ഇന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്ന മനോഹരമായ ഒരു വചനം ഇങ്ങനെയാണ്: നിനക്ക് തമ്പുരാൻ്റെ മക്കളാകണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആലോചനയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ തമ്പുരാൻ്റെ മക്കളായി തീരും. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇപ്പോഴും നമ്മൾ വിളിക്കുന്നതും അപ്പൻ്റെ മക്കളായി, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈശോയോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഈശോ നമ്മളെ കൊണ്ടുപോയത് തന്നെ, നമുക്ക് പറഞ്ഞു തന്നത് തന്നെ പിതാവിൻ്റെ മക്കളായി തീരുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യം, മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒറ്റ കാര്യം. ഈ ഒരു കാര്യം ചെയ്താൽ നമ്മൾ തമ്പുരാൻ്റെ മക്കളായി തീരുമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞിരുന്നു. എന്താണ് ആ കാര്യം? ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് നമ്മൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യവും. എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇത്രയേ ഉള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കുക, നമ്മളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വൈകുന്നേരങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത്, വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ, നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലൊക്കെ ആയിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്നെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്മളെ പീഡിപ്പിക്കുന്നവരെ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു: മകനെ, മകളെ, നീ ഇന്ന് എൻ്റെ മകനായി തീരും. മകളെ, നീ എൻ്റെ മകളായി തീരും. അങ്ങനെ ഈശോ മത്തായി 5:45 പറഞ്ഞു തരികയാണ്. ഈശോയ്ക്കൊരു പ്രത്യേകമായ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഗുണം, അവിടുന്ന് എല്ലാവരെയും ഒരുപോലെ കാണുന്നു. നല്ലവരെയും നല്ലവരല്ലാത്തവരെയും എല്ലാവരുടെ മേലും ഒരുപോലെ മഴ പെയ്യുകയും സൂര്യൻ ഉദിപ്പിക്കുകയും എല്ലാം ഒരുപോലെ നൽകുന്ന തമ്പുരാനാണ്. അങ്ങനെയുള്ള തമ്പുരാൻ പറഞ്ഞു തരികയാണ്: നിനക്കിന്ന് എൻ്റെ മകനാകണമെങ്കിൽ നിന്നോട് സ്നേഹിക്കാത്തവരെ, നിന്നെ പീഡിപ്പിച്ചവരെ, നിനക്കെതിരെ ദുഷ്പേര് പറഞ്ഞവരെ, നിന്നെ ബുദ്ധിമുട്ടിച്ചവരെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിന്നെ എൻ്റെ മകനായിട്ട് സ്വീകരിക്കും. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പി